ഇനി കുറച്ച് നേരത്തേക്ക് കാണത്തില്ല, പക്ഷെ കുറച്ച് കഴിയുമ്പോൾ പിന്നെയും വരും. അതാണ് പ്രശ്നം. ഇതാണ് എഡിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം, ഇടയ്ക്ക് വരുന്ന ഈ സ്പീഡ് ബ്രേക്കേഴ്സ്. ഇവിടുന്ന് റൈറ്റിലോട്ട് ഒറ്റ ടേൺ എടുക്കും, ചിലപ്പോൾ സൈക്കിളുകാർ ഇങ്ങോട്ട് കയറി വരും. അതൊക്കെ ഒരു ചെറിയ പ്രശ്നമാണ്. So what's up people, welcome back to my channel. So ഞാനിപ്പോൾ നിലവിൽ ഗോവയിലാണ്. ഗോവയിൽ നിന്ന് ആക്ച്വലി നമ്മൾ നാട്ടിലോട്ട് പോവാണ് നമ്മുടെ ഡ്യൂക്ക് 200 സോ സമയം ഇപ്പം 4:30 4 മണിക്ക് എഴുന്നേറ്റ് ഫ്രഷൊക്കെ ആയി മാക്സിമം നേരത്തെ പോകണം എന്നുള്ള പ്രോഗ്രാമിലായിരുന്നു. ഞാനിവിടെ ഗൂഗിൾ മാപ്പ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ബിക്കോസ് ഇവിടെ നിന്ന് എക്സിറ്റ് അടിക്കുന്നവരെ എനിക്ക് ഗൂഗിൾ മാപ്പിൻ്റെ ആവശ്യമുണ്ട്, ചെറിയൊരു കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടി. സോ എന്തായാലും നമ്മൾ നേരെ നാട്ടിലോട്ട് പോകുന്നു ഗായ്സ്. അടിച്ച് നമ്മൾ പൊളിക്കുന്നു, ചില്ല് ചെയ്യുന്നു. ഗോവ എക്സിറ്റ് ആക്കുന്നവരെയുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിറച്ച് ഹബ്ബാണ്. സോ ഹബ്ബ് എന്ന് പറയുമ്പോഴത്തേക്കും ചെറിയ ഹബ്സ് തന്നെ, പക്ഷേ ഇങ്ങനെ തൊട്ടടുത്തായിട്ട് നമ്മളൊന്ന് അത്യാവശ്യം ഒന്ന് പിക്കപ്പ് കയറി വരുമ്പോഴായിരിക്കും ഹബ്ബ് വരുന്നത്. ആ ഒരു കാര്യം മാത്രം ഭയങ്കരമായിട്ട് ഡിസ്റ്റർബിംഗ് ആയിട്ട് എനിക്ക് തോന്നി. കാരണം മുട്ടിന് ഹബ്ബ്. സോ ഇവിടെയൊന്നുമില്ല, ബട്ട് പുറകിലൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട്. ആൻഡ് ഇതുമായിട്ടിപ്പോൾ ഒരു ഫസ്റ്റ് ലോങ് റൈഡാണ്. നമ്മളിപ്പോൾ വണ്ടി എടുത്തു, ഇതുമായിട്ട് നേരെ നമ്മൾ നാട്ടിലോട്ട് വരുന്നു. സോ പിന്നെ ഞാൻ അത്യാവശ്യം ഇച്ചിരി സ്പീഡിലാണ് പോകുന്നത്. കാരണം എനിക്ക് ഇവിടെ ഇലക്ഷനാണ്, നമ്മുടെ കർണാടകയിലെ ഇലക്ഷനാണ്, അതുപോലെ തന്നെ മഹാരാഷ്ട്രയിലെ ഇലക്ഷനാണ്. അപ്പോൾ ചെക്കിങ് കൂടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് പിന്നെ മോസ്റ്റ്ലി ഞാൻ റൈഡിന് പോകുന്ന സമയത്ത് ഈ ഒരു ടൈമിലാണ് കൂടുതലും ഇറങ്ങാറ്. പഴയ വഴിയായി. ബിക്കോസ് ഈ ഒരു ടൈം ആകുമ്പം ട്രാഫിക് ഇല്ല, നമുക്ക് അത്യാവശ്യം നല്ല പോലെ കിലോമീറ്റർ ക്ലോക്ക് ചെയ്ത് പോകാൻ പറ്റും, എടുക്കാൻ പറ്റും. സോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വെളുപ്പിന് എപ്പോഴും ഞാൻ സോളോ ആയിക്കോട്ടെ ഗ്രൂപ്പ് ആയിക്കോട്ടെ വെളുപ്പിനൊരു 4 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ഞങ്ങൾ ദൂരം അനുസരിച്ച്, ഇപ്പോൾ ബോംബെ നിന്നാണ് വരുന്നതെങ്കിൽ ഞാനൊരു 4 മണിയാകുമ്പോൾ ഇറങ്ങും. അതുപോലെ തന്നെ ഇപ്പോൾ ഈ ഗോവയിൽ നിന്നാണ് ഞാൻ നാട്ടിലോട്ട് പോകുന്നത്. ആക്ച്വലി ഞാൻ ബാംഗ്ലൂർ വഴിയായിരുന്നു ലാസ്റ്റ് ടൈം ഞാൻ പോയെന്ന് പറഞ്ഞാൽ ബാംഗ്ലൂർ വഴിയായിരുന്നു. സോ അതിൻ്റെ വീഡിയോ ഇതുവരെ കണ്ടിട്ടില്ലെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലിലുണ്ട്. ഇവിടെ നിന്ന് നേരെ ബാംഗ്ലൂരിൽ നിന്ന് നേരെ നാട്ടിലോട്ട് എൻഡോർക്കുമായിട്ടോ ഞാൻ വന്നേ. ഓക്കെ, അപ്പോൾ ഈ പ്രാവശ്യം നേരെ ഡ്യൂക്കുമായിട്ട് നമ്മൾ ഞാൻ ഏത് വഴിക്കടെയാണോ അന്ന് ഇങ്ങോട്ട് വന്നത്, ഗോവയ്ക്ക് വന്നത്, ഏത് വഴിയാണോ ഗോവയ്ക്ക് വന്നത് ആ വഴിക്കാണ് ഇന്ന് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. കാരണം അന്ന് ഓയോ സോ ഇതുകൊണ്ടാണ് ഞാൻ രാവിലെ ഗൂഗിൾ മാപ്പ് വെച്ചത്. കാരണം നമ്മൾ പകൽ എത്ര വഴി അറിയും എന്ന് പറഞ്ഞാലും രാത്രി ചിലപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണമെന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ്. സോ ഇതിലെയാണ് പോകേണ്ടത്. സോ അന്ന് രാത്രി ഒരു പ്രാവശ്യം ഇതിലെ വന്ന സമയത്തും എനിക്കൊരു കൺഫ്യൂഷൻ വന്നു. എന്നിട്ട് ഞാൻ ആകെ കൺഫ്യൂസ്ഡ് ആയിപ്പോയി. എൻ്റെ ഫോണും ഓഫായിപ്പോയി ഇവിടെ വെച്ചിട്ട്. എന്നിട്ട് എനിക്ക് മനസ്സിലാവുന്നില്ല ലെഫ്റ്റ് ആയിരുന്നോ മുകളിലോട്ടായിരുന്നോ ഒന്നും മനസ്സിലാവുന്നില്ല. ഏറ്റവും അവസാനം പിന്നെ ഞാൻ കുറേ നേരം വണ്ടി നമ്മുടെ എൻഡോർക്ക് സ്റ്റാർട്ട് ചെയ്ത് വെച്ചിട്ട് ഞാൻ ചാർജ് ചെയ്തു ഫോൺ കുറച്ച് നേരം. എന്നിട്ട് നോക്കിയിട്ടാണ് ഞാൻ പോയത്. ചെറിയ കൺഫ്യൂഷൻസൊക്കെ ഏതൊരു റൈഡിൽ നമ്മൾ എത്ര പ്രാവശ്യം പോയെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ചില കൺഫ്യൂഷൻസൊക്കെ വരും. സർവ്വസാധാരണമായിട്ടുള്ള കാര്യമാണ്. ഇവിടെ ഒരു ചെറിയൊരു സ്റ്റോപ്പ് എടുത്താണ്. സോ നമ്മൾ ഒരു ഏകദേശം ഒരു ഫസ്റ്റ് 100 കിലോമീറ്റേഴ്സ് കവർ ചെയ്തു. അത്യാവശ്യം നല്ല സ്പീഡിലാണ് പോകുന്നത്, അതുകൊണ്ട് തന്നെ 100 കിലോമീറ്റേഴ്സ് കവർ ചെയ്തു. ആൻഡ് ഫസ്റ്റ് ചെറിയൊരു സ്റ്റോപ്പ് എടുത്തു, ജസ്റ്റ് ഒരു നേച്ചർ കോൾ അറ്റൻഡ് ചെയ്യാനും കുറച്ച് വെള്ളമൊക്കെ കുടിക്കാനൊക്കെ ആയിട്ട്. സോ നിങ്ങൾ ലോങ് റൈഡൊക്കെ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ സ്റ്റോപ്പൊക്കെ എടുത്ത്, എസ്പെഷ്യലി സോളോ ആണെങ്കിൽ സ്റ്റോപ്പൊക്കെ എടുത്ത് തന്നെ പോകാൻ ശ്രമിക്കുക. ഒരുപാട് മടുത്ത് ഓടിക്കാനൊന്നും നിൽക്കരുത്. സോ ഇവിടുന്ന് മംഗലാപുരം കാണിക്കുന്നത് 330 കിലോമീറ്ററാണ് ഇനി മംഗലാപുരത്തേക്ക്. ഐ തിങ്ക് മംഗലാപുരം വരെ നല്ല ഇതുപോലത്തെ വഴിയാണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നമ്മൾ വേണ്ട ഏകദേശം കാർവാർ ഇനിയിപ്പോൾ ഒരു 48 കിലോമീറ്ററും കൂടെ ഉള്ളു കാർവാറിന്. സോ നമ്മൾ ആക്ച്വലി എന്താ പറയുക, അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത സ്പീഡിലാണ് പോകുന്നത്. ട്രാഫിക് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒരുപാട് അങ്ങനെ ഇല്ല. കുറച്ച് രാവിലെ നേരത്തെ ഇറങ്ങിക്കൊണ്ട് അങ്ങനെ ട്രാഫിക് ഇല്ല. ഇനിയിപ്പോൾ ചെല്ലുമ്പോൾ അറിയാം എങ്ങനെയാണെന്ന്. വൺ മോർ തിങ്, ലോറിക്കാരെ കൊണ്ട് ഒരു രക്ഷയില്ല കേട്ടോ. നമ്മൾ വേണ്ട കാർവാറിന് ഇനിയൊരു 41 കിലോമീറ്ററും കൂടെ ഉണ്ട് കാർവാർ. സോ ഞാൻ എവിടെയും മറ്റേ സ്റ്റോപ്പിൽ ഒരു ചായ കുടിക്കണം എന്ന് തോന്നുന്നുണ്ട്. ബട്ട് കാർവാർ കഴിഞ്ഞിട്ട് കുടിക്കാമെന്ന് ഓർത്താണ്. വഴിയൊക്കെ നല്ല അടിപൊളിയാക്കി കേട്ടോ. എന്തൊക്കെ പറഞ്ഞാലും വഴി ഫാർ ബെറ്റർ ആക്കി.
ലാസ്റ്റ് ടൈം വന്നതിനേക്കാളും കുറച്ചുകൂടെ ഫാർ ബെറ്റർ ആക്കിയ പോലെ എനിക്ക് തോന്നുന്നുണ്ട്, ഒന്നുകൂടെ നല്ലപോലെ ആക്കിയതെന്ന് തോന്നുന്നു. പക്ഷെ ട്വിസ്റ്റീസ് ഉണ്ട്, ഇത് ആക്ച്വലി നല്ല ട്വിസ്റ്റീസാണ്. കാരണം പിന്നെ നമ്മളെല്ലാം സ്ഥിരം ഓടിക്കാത്തതുകൊണ്ട് നമുക്ക് കോർണേഴ്സ് വരുമ്പോൾ എത്ര മാത്രം വലിയ കോർണേഴ്സ് ആണെന്ന് പറയാനും പറ്റത്തില്ല. ലുക്ക് അറ്റ് ദിസ്, എൻ്റെ രണ്ട് സൈഡിലും ഫുള്ള് കാടാട്ടോ, നല്ല അടിപൊളി വ്യൂ. ബാംഗ്ലൂർ കാർവാർ സ്ട്രേറ്റ്. അരെ യാർ, ഈ ഒരു കാര്യം മാത്രം കേട്ടോ ഈ ഇവിടെ തലവേദനയായിട്ട് വരുന്നത്. അതും നല്ല സ്പീഡിൽ വരുന്ന സമയത്ത്. ഗോവയിലെ സ്പീഡ് ബ്രേക്കർ ആയിരുന്നെങ്കിൽ ഇവിടെ ഇങ്ങനെയാണ് വെച്ചേക്കുന്നത്. ഒന്നും പറയണ്ട ഗൈസ്, നല്ല പണി. ഇനി ഫ്രണ്ടിൽ ഉറങ്ങടെ വരും. വന്നു, ഇനി കുറച്ച് നേരത്തേക്ക് കാണത്തില്ല, പക്ഷെ കുറച്ച് കഴിയുമ്പോൾ പിന്നെയും വരും. അതാണ് പ്രശ്നം. സോ ഫൈനലി നമ്മൾ ഹൈവേ എത്തി ഗായ്സ്. ഇവിടുന്ന് ഒരു 300 കിലോമീറ്റേഴ്സാണ് നമ്മുടെ മംഗളൂരു. സോ ഹൈവേ എത്തി. സോ അത്യാവശ്യം ഒരു 104, 102 ഇറ്റ്സ് ഫൈൻ. മിനിമം ഒരു 100 പോകുന്നതാണ് ഹൈവേയിൽ. എനിക്ക് ഐ തിങ്ക് ഇറ്റ്സ് സേഫ്. 80 ആണ് എഴുതിയേക്കുന്നത്. പിന്നെ ഇവിടെ എന്ന് പറയുമ്പോൾ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണ്. കാരണം ഇവിടെ ഈ നമ്മുടെ ഇതൊക്കെ ഉണ്ടല്ലോ, നമ്മുടെ പശുവൊക്കെ ചാടുന്ന സ്ഥലമാണ്, ക്രോസിംഗ് ഒക്കെ ഉള്ളതാണ്. ബട്ട് ഇറ്റ്സ് ഓക്കെ. ഹൈവേയിലെത്തിയപ്പോഴത്തേക്കും വണ്ടിക്കും ഒരു ആഗ്രഹമായി 100-ൽ ടച്ച് ചെയ്തിട്ട് വരാമെന്നുള്ളത്. അതിന് ഈ ഒരു വണ്ടി ഉണ്ടല്ലോ അത്യാവശ്യം ഒരു 100, 120, 130 ഓടിക്കുന്നതിന് ഒരു കുഴപ്പമില്ല കേട്ടോ. സോ ഐ സജസ്റ്റ്, കാരണം റെഡ് ലൈറ്റിൽ കത്തിച്ച് ഓടിക്കാതെ മാക്സിമം അതിന് താഴെ മാക്സിമം എത്ര ഓടിക്കാൻ പറ്റും അത്ര നിങ്ങൾക്ക് ഓടിക്കാം. ദാറ്റ് വിൽ ബി ഫൈൻ. ബട്ട് എനിവേസ് ലെറ്റ് സീ. കാരണം നല്ല അടിപൊളി വഴി. ഇങ്ങോട്ട് ഹൈവേ കയറിയപ്പോൾ എനിക്കും വല്ലാതെ സന്തോഷമായിപ്പോയി ഇതുപോലെ 4 ലൈനിൽ വന്നപ്പോഴത്തേക്കും. ആൻഡ് ഓബിയസ്ലി വലിയ കുഴപ്പമില്ല. ബട്ട് ഇടയ്ക്കിടയ്ക്ക് ചെറിയ ചെറിയ ഇതൊക്കെ ഉണ്ട്. നമ്മുടെ ഇന്ത്യയല്ലേ, പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെയൊക്കെയാണ്. ഇതിപ്പോൾ നിലവിൽ ഞാൻ ഇവിടുന്ന് കാർവാർ ഏകദേശം ഒരു 28 കിലോമീറ്റർ കൂടെ ഉണ്ട്. 28 കിലോമീറ്റേഴ്സ് മോർ ടു ഗോ നമ്മൾ കാർവാർ എത്താൻ വേണ്ടിയിട്ട്. അവിടുന്ന് നമ്മൾ സെയിം സ്ട്രെയിറ്റ് റൂട്ടാണ്. ഡീവിയേഷൻസോ കാര്യങ്ങളോ ഒന്നുമില്ല. കാസർഗോഡ് എനിക്കൊന്ന് ഒരാളെ ഒന്ന് കാണാനുണ്ട്. അപ്പോൾ ഐ തിങ്ക് മൈറ്റ് ബി ഒരു 1 hour അവിടെ എക്സ്ട്രാ ചിലവാകുമെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ ചെക്ക് പോസ്റ്റും കാര്യങ്ങളെല്ലാം കഴിഞ്ഞെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം പുറയിലായിരുന്നു ചെക്ക് പോസ്റ്റ്. അവിടെ ജസ്റ്റ് ഒന്ന് എൻക്വയറി ചെയ്ത് എങ്ങോട്ടാണ് പോകുന്ന കാര്യങ്ങൾ. പിന്നെ നമ്മുടെ വണ്ടി ഗോവ നമ്പറും ആയതുകൊണ്ട് ജസ്റ്റ് ഒന്ന് എൻക്വയറി ചെയ്ത്, വേറെ ഇഷ്യൂസ് ഒന്നുമില്ല. ഇനിയിപ്പോൾ ഫ്രണ്ടിൽ വേറെ ഏതെങ്കിലും ചെക്ക് പോസ്റ്റ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് കറക്റ്റ് ഓർമ്മ കിട്ടുന്നില്ല. ഈ ഒരു വഴിക്കടെ ഞാൻ കാർവാർ ടച്ച് ചെയ്ത് വരുന്ന വഴിക്കടെ അല്ലായിരുന്നു ലാസ്റ്റ് ടൈമും വന്നത്. ഞാൻ ആക്ച്വലി വേറൊരു വഴിക്കടെയായിരുന്നു, ഷോർട്ട് കട്ട് കയറി. അപ്പോൾ ഇവിടെ ഞാൻ സത്യം പറഞ്ഞാൽ ഇതിൽ കുറേ നാൾ കൂടിയാണ് വരുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ ചെക്ക് പോസ്റ്റ് ഉണ്ടോ കാര്യങ്ങളുണ്ടോ നോ ഐഡിയ. എനിവേസ് ലെറ്റ് സീ. എന്തായാലും നമ്മൾ നോക്കാം. എന്തായാലും ഹൈവേ കയറിയിട്ടുണ്ട്. ഒരു 100+ പോകാൻ വേണ്ടിയിട്ടാണ് ഞാൻ എപ്പോഴും നോക്കുന്നത്. ബിക്കോസ് നമുക്ക് ഒരുപാട് കിലോമീറ്റർ കവർ ചെയ്യണ്ട. കാരണം കേരളത്തിലോട്ട് കയറി കഴിഞ്ഞാൽ പിന്നെ ഈ പറയുന്ന സ്പീഡ് ഒന്നും നടക്കൂല. ശരിക്കും നമ്മൾ വെള്ളം കുടിക്കും. അതും ഭയങ്കര ചൂടുമാണ്. അപ്പോൾ അതുകൊണ്ട് മാക്സിമം എത്ര കവർ ചെയ്യാൻ പറ്റുമെന്ന് നോക്കട്ടെ. സോ ഇറ്റ്സ് അവർ ഫസ്റ്റ് ടണൽ ഇൻ അവർ റൂട്ട്. Second tunnel, guys. So buddies, guys, everyone. സോ ലാസ്റ്റ് നമ്മൾ കയറിയ ആ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞ് വേറെ ചെക്ക് പോസ്റ്റ് ഒന്നും വന്നിട്ടില്ല. അത് കഴിഞ്ഞ് കാർവാർ ടൗണിലോട്ട് പോകാനുള്ള വഴി കാണിച്ചു. സോ അതായിരുന്നു നമ്മുടെ ചെക്ക് പോസ്റ്റ്. സോ ഇപ്പോൾ നമ്മൾ വേണ്ട ഫസ്റ്റ് നമ്മുടെ ടണലൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ കുറേ കൂടെ ഫ്രണ്ടിലോട്ട് വന്നു. ആൻഡ് ദിസ് ഈസ് സംതിങ് റിയലി ഗുഡ്. വഴി വലിയ കുഴപ്പമില്ല, പഴയ വഴിയാണ്, എന്നാലും വലിയ കുഴപ്പമൊന്നുമില്ല. ഗട്ടറോ കാര്യങ്ങളോ അങ്ങനെയൊന്നും വന്നില്ല. ബട്ട് ഇടയ്ക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള നമ്മുടെ ഇതുണ്ട്, ഹബ്സ് ഉണ്ട്. സോ അതൊന്ന് ശരിക്കും ശ്രദ്ധിക്കേണ്ടി വരും. ബാക്കി ഒരു കുഴപ്പമില്ല. എവറിത്തിങ് ഈസ് ഓക്കെ, സെറ്റ്.
ഡീവിയേഷൻ എ ഹെഡ് ഫിയർ. അതുപോലെ തന്നെ ഇവിടെ അത്യാവശ്യം റോഡ് പണിയും കാര്യങ്ങളൊക്കെ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ ഞാൻ പറയേണ്ട കാര്യമില്ല നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന്. സോ അതുപോലെ തന്നെ വീഡിയോ ഉണ്ടല്ലോ, വീഡിയോ എല്ലാവരും കാണുന്നുണ്ട്, പക്ഷേ വളരെ ചുരുക്കം ആൾക്കാരുള്ള സബ്സ്ക്രൈബ് ചെയ്യാറുള്ളൂ. സോ പ്ലീസ് കാണുന്ന എല്ലാവരും മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ഫ്രണ്ട്സൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക ഗൈസ്. സോ ഒരു 2-3 കിലോമീറ്റർ മുമ്പ് നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി നിർത്തിയായിരുന്നു. ആ ഒരു ടൈമിൽ ഞാൻ എൻ്റെ വൈസറും അതുപോലെ തന്നെ ഗോപ്രോയും ഒക്കെ ഒന്നുകൂടെ ഒന്ന് ക്ലീൻ ചെയ്തു, കാര്യങ്ങളെല്ലാം ചെയ്തു. അതുപോലെ സമയം ഇപ്പം നിലവിൽ 7-9 വീട്ടിൽ നിന്ന് ഏകദേശം 153.3 കിലോമീറ്റർ നമ്മൾ ഓടിച്ചു. ഇറ്റ്സ് റിയലി ഫൺ. രാവിലത്തെ സമയമായിട്ട് ഒരുപാട് ട്രാഫിക് ഒന്നും ഇല്ലാത്തതുകൊണ്ട് അത്യാവശ്യം നല്ലപോലെ അടിച്ചു വിട്ട് പോകാൻ പറ്റുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ഓവറായിട്ടൊന്നുമില്ല, ഒരു 100 കണ്ടില്ല. ഇതാണ് എഡിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം, ഇടയ്ക്ക് വരുന്ന ഈ സ്പീഡ് ബ്രേക്കേഴ്സ്. ഈ ഒരൊറ്റ കുഴപ്പം മാത്രമേ ഉള്ളൂ, ബാക്കി ഒരു പ്രശ്നമില്ല. കാരണം സ്ട്രെയിറ്റ് ഇതല്ല, അതുകൊണ്ടാണെന്ന് തോന്നുന്നത്. ആക്ച്വലി എൻ്റെ ബ്രദർ അവനിങ്ങനെ പറഞ്ഞായിരുന്നു, ചേട്ടായി വേണമെങ്കിൽ ബാംഗ്ലൂർ വഴി വേണമെങ്കിൽ പൊക്കോ എന്നിങ്ങനെ എന്നോട് പറഞ്ഞായിരുന്നു. പിന്നെ ബാംഗ്ലൂർ ഞാൻ നോക്കിയപ്പോൾ എനിക്കിപ്പോൾ ബാംഗ്ലൂർ പോകേണ്ട അത്യാവശ്യമൊന്നുമില്ല. കാരണം ലാസ്റ്റ് ടൈം ഞാൻ എൻഡോർക്കുമായിട്ട് വന്നപ്പോൾ എൻ്റെ സ്ഥിരം നേരത്തെ സബ്സ്ക്രൈബേഴ്സിനാണ് അറിയാം, ഞാൻ ഗോവയിൽ വന്നു, ഗോവയിൽ നിന്ന് ബാംഗ്ലൂർ പോയി, ബാംഗ്ലൂരിൽ നിന്നാണ് നാട്ടിലോട്ട് വന്നത്. ബട്ട് എനിക്കങ്ങനെ ഇപ്പോൾ ഒരു എന്താ പറയുക, ബാംഗ്ലൂർ പോകേണ്ട ഒരു ആവശ്യമോ കാര്യങ്ങളൊന്നും ഇല്ല. ഇപ്പോൾ നമ്മുടെ പഴയ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഇപ്പോൾ വലിയ കോൺടാക്റ്റ് ഒന്നുമില്ല. ഇപ്പോൾ ലാസ്റ്റ് ടൈം ഞാൻ ഫെബ്രുവരി പോയിട്ട് വന്നായിരുന്നു വേറൊരു കാര്യത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കിപ്പോൾ നിലവിൽ കാസർഗോഡ് വഴി പോകണം എന്നൊരു മൈൻഡായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇതിലേ വന്നത് തന്നെ. ഇനിയിപ്പോൾ നിലവിൽ ഫസ്റ്റ് ടോൾ, കാരണം നമുക്ക് ടോളില്ല, ബൈക്കിന് ടോളില്ലല്ലോ. ബൈക്കിന് ടോൾ എവിടെയും എഴുതി വെച്ചിട്ടില്ല. ദാറ്റ് ഈസ് ഗുഡ്. ബൈക്കിൻ്റെ ഏറ്റവും വലിയ അഡ്വഞ്ചർ ആയതുകൊണ്ട് 10 പൈസ ടോൾ കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഒരുപാട് നാളായിരുന്നു ഹൈവേയിൽ വണ്ടി ഓടിച്ചിട്ട്. കുറേ ദിവസം കൂടി ഹൈവേയിൽ വണ്ടി ഓടിച്ചിട്ടുണ്ടല്ലോ, ഒരു പ്രത്യേക വൈബാണ്. എന്ത് പറഞ്ഞാലും നമ്മൾ ഏകദേശം 167 കിലോമീറ്റർ ക്രോസ് ചെയ്തു. അങ്ങനെ കുറേ നാൾ കൂടി ഹൈവേയിൽ വണ്ടി ഓടിച്ചിട്ടുണ്ടല്ലോ, ഒരു വല്ലാത്തൊരു ഫീലിംഗ്, അല്ല അടിപൊളി ഒരു ഫീലിംഗ്. ഐ തിങ്ക് ഇൻ്റർസെക്ഷൻ പിന്നെ ആയെന്ന് എനിക്ക് തോന്നുന്നു. അല്ലെങ്കിൽ ചെറിയ വഴി, ഓക്കെ ഇൻ്റർസെക്ഷൻ ആണ്. കാരണം ഇവിടെ റോഡ് വഴിപ്പണി നടന്നുകൊണ്ടിരിക്കുന്നത്, കംപ്ലീറ്റ് ആയിട്ടില്ല. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളുണ്ട്. സോ ഇങ്ങനത്തെ റോഡിൽ വരുമ്പോൾ ഞാൻ നേരെ ഒരു 70-80 കയറും. കാരണം ചെറിയ വഴിയാണ്, ഒരുപാട് റിസ്ക് എടുക്കേണ്ട ആവശ്യമില്ല. സോ നമ്മളിപ്പോൾ കർണാടക സ്റ്റേറ്റിലാണ് നമ്മൾ കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേക്കും മംഗലാപുരം എത്തും. മംഗലാപുരം കഴിഞ്ഞിട്ട് നേരെ കാസർഗോഡ് വഴി അങ്ങ് പോകാം. സോ അങ്ങനെയൊക്കെയാണ് നിലവിൽ നമ്മുടെ പ്ലാനിങ്. കണ്ടില്ലേ, എന്ത് ചെയ്യാനാ. ഈ ഒരു വഴി കണ്ടോ, അമേസിങ്, ഒരു രക്ഷയല്ല, നല്ല അടിപൊളി വഴി. നമ്മുടെ പെട്രോൾ 3 പോയിൻ്റ് ആയിട്ടുണ്ട്. ടോട്ടൽ 181 കിലോമീറ്റേഴ്സ് നമ്മൾ ഓടി. എന്തായാലും കുറച്ചുകൂടെ ഓടട്ടെ എന്തായാലും. അത് കഴിഞ്ഞിട്ട് ഹൈവേയിലായതുകൊണ്ട് പെട്രോൾ പമ്പൊക്കെ ഇഷ്ടംപോലെ കിട്ടും, അതുകൊണ്ട് തന്നെ പേടിക്കേണ്ട കാര്യമില്ല. ആൻഡ് നമ്മളിനിയിപ്പം കുറച്ച് കിലോമീറ്റർ ഉണ്ട് നല്ലപോലെ. ഞാൻ എത്രയാണെന്ന് വിട്ടുപോയി, ഞാൻ ജസ്റ്റ് പുറയിൽ കണ്ടായിരുന്നു മംഗലാപുരം എത്രയാണെന്നുള്ളത്, ഞാൻ വിട്ടുപോയി. എന്തായാലും നോക്കട്ടെ ഗൈസ്, ലുക്ക് അറ്റ് ദിസ് വ്യൂ, ഇറ്റ്സ് അമേസിങ്. നല്ല അടിപൊളി വ്യൂ ആണ്. ഹൈവേയിലാണേലുണ്ടല്ലോ, കുറേ നാൾ കൂടി ഹൈവേയിൽ വന്നുകൊണ്ടാണ് തോന്നുന്നത് എന്തോ ഒരു പ്രത്യേക ഒരു വൈബ്. ഞാൻ എൻ്റെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിലോ, ഞാൻ റൈഡ് ചെയ്യുന്ന സമയത്ത് ആ പ്രശ്നങ്ങളെല്ലാം മാറും. ആൻഡ് ഐ ഫീൽ റിയലി കംഫർട്ടബിൾ, ഐ ഫീൽ റിയലി ഹാപ്പി. എൻ്റെ ടെൻഷൻസും കാര്യങ്ങളെല്ലാം ഓട്ടോമാറ്റിക്കലി പോവും, കാര്യങ്ങളെല്ലാം പോവും. ആൻഡ് ഇറ്റ്സ് റിയലി അമേസിങ് ഫീലിംഗ് ഗൈസ്. ഇനി ഇപ്പം നിലവിൽ 207 കിലോമീറ്റർ കൂടെ ഉണ്ട് മംഗലാപുരം. സോ 207 കിലോമീറ്റർ ഈ ഒരു സ്പീഡിലാണെങ്കിൽ 2-2.5 മണിക്കൂർ കൊണ്ട് നമ്മൾ സുഖമായിട്ട് മംഗലാപുരം ക്രോസ് ചെയ്യും. ലെറ്റ്സ് സീ. ഒരുപാട് സ്പീഡും നല്ലതല്ല. സോ ഇവിടെ എന്താ എഴുതിയിട്ടുണ്ടല്ലോ, ഇല്ലല്ല അതല്ല, കുന്താപുര എക്സ് 111 കിലോമീറ്റർ. Gosta de fazer orgia, essa novinha que tá na volanda. Gosta de fazer orgia, você tá em cima da piroca, 24 horas por dia. Você é nada, você manda tudo.
teimosia. Fica sentando em cima da piroca, 24 horas por dia. Ela xerecando por cima da piba. മച്ചാന്മാരെ നമ്മൾ ഹൈവേയിൽ അടിച്ച് പൊളിക്കുവാണ്. സോ 360 ഞാൻ 1-2 വീഡിയോസ് എടുത്തിട്ടുണ്ട്. അന്നെന്തായാലും എൻ്റെ വീഡിയോ എങ്ങനെയുണ്ടെന്നുള്ളത് നിങ്ങൾ ഡെഫിനറ്റായിട്ട് കമൻറ്റ് ചെയ്ത് പറയുക. 360 വീഡിയോസ് നിങ്ങൾക്ക് എങ്ങനെ ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ ഡെഫിനറ്റ്ലി കമൻറ്റ് ചെയ്ത് പറയുക. അതുപോലെ തന്നെ നമ്മൾ ഒരുപാട് അങ്ങനെ ഓവർ സ്പീഡൊന്നുമില്ല. ഒരു 100, 105, 110 അതിൻ്റെ മുകളിൽ പോകുന്നില്ല. ബിക്കോസ് ഹൈവേ ആണ്. സോ ഇറ്റ്സ് ബെറ്റർ ടു ഒരു 100 ഒക്കെ മിനിമം വേണ്ടത് നല്ലതാണ്. അങ്ങനെ ഒരുപാട് വണ്ടി പൊളിച്ചുകൊണ്ട് പോയിട്ട് വലിയ കാര്യമൊന്നുമില്ല. സോ ഐ തിങ്ക് 100 ഈസ് ഓക്കെ. കാരണം ബാക്കിയുള്ള വണ്ടികളെല്ലാം ഇപ്പോൾ കാറാണേലും കാര്യങ്ങളാണേലും ഒരു 100, 120 ആ ഒരു സ്പീഡിലായിരിക്കും മോസ്റ്റ്ലി ഈ റോഡിൽ കൂടെ പോവുക. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഒരു 100 ഈസ് ഇനഫ്. എന്താണെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്ത് പറയുക ഡെഫിനറ്റ്ലി. ബാക്കി റോഡൊക്കെ നല്ല അടിപൊളിയാണ്, ഒരു കുഴപ്പമില്ല. നമ്മൾ മൊത്തം 221 കിലോമീറ്റർ ഇപ്പോൾ ഓടി. സോ ഫാർ സോ ഗുഡ് ആൻഡ് എവറിത്തിങ് ഈസ് ഓക്കെ. വലിയ ചൂടൊന്നും ആയിട്ടില്ല. സമയം ഇപ്പോൾ 8:26 ആൻഡ് ഇതാണ് ഇടയ്ക്കുള്ള ഒരു പ്രശ്നം. ഇടയ്ക്കുന്ന് ഇവിടുന്ന് റൈറ്റിലോട്ട് ഒറ്റ ടേൺ എടുക്കും. ചിലപ്പോൾ സൈക്കിളുകാർ ഇങ്ങോട്ട് കയറി വരും. അതൊക്കെ ഒരു ചെറിയ പ്രശ്നമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാനൊരു 100 പിടിക്കുന്നത് തന്നെ. കാരണം ഞാനിങ്ങനെ ഒരുപാട് കേട്ടിട്ടുണ്ട് ഈ ഒരു ഏരിയയിലൊക്കെ സൈക്കിളിലാണ് കൂടുതൽ ആൾക്കാർ നടക്കുന്നത്. ചിലപ്പം ഈ ലെഫ്റ്റ് സൈഡിൽ മര്യാദയ്ക്ക് പോകുന്നതിന് ഒറ്റയടിക്ക് ചിലപ്പോൾ ഇങ്ങോട്ട് വന്നിരിക്കും. അപ്പോൾ അതുകൊണ്ട് ആണ് ഒരു 100 ഞാൻ പിടിച്ചു പോകുന്നത്. ലെറ്റ്സ് സീ ഗൈസ്. എന്തായാലും ഇനിയിപ്പോൾ ഒരു 190 കിലോമീറ്റേഴ്സ് 190 ഓർ സംതിങ് 180 കിലോമീറ്റേഴ്സ് ഉണ്ടെന്ന് തോന്നുന്നു മംഗലാപുരം. എന്തായാലും നോക്കട്ടെ എങ്ങനെയാണെന്ന്. ബോർഡൊന്നും കുറേ നേരമായിട്ട് കണ്ടിട്ടില്ല. ലെറ്റ്സ് സീ ഗൈസ്. ഹൈവേ തന്നെയാണ്. ഞാൻ അതുകൊണ്ടാണ് 360യുടെ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ടത്. 360 വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെന്ന് കരുതുന്നു.
നിലവിൽ ബോർഡൊന്നും കാണുന്നില്ല. എത്ര കിലോമീറ്റർ കൂടെ മംഗലാപുരത്തിനുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐ ഹോപ്പ്, എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 170 കിലോമീറ്റർ കൂടെ ഉണ്ടെന്ന് തോന്നുന്നു, ഐ തിങ്ക്. ബട്ട് ലെറ്റ്സ് സീ, എന്തായാലും നോക്കാം. ഇനി വല്ല ബോർഡും വരുമോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കാം. ആൻഡ് ഒരുപാട് ട്രാഫിക്കും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ സ്മൂത്തായിട്ട് പോകാൻ പറ്റുന്നുണ്ട്. ബട്ട് ഇനിയിപ്പം കേരളം കയറി കഴിഞ്ഞാൽ പിന്നെ സിംഗിൾ ലൈൻ റോഡും ട്രാഫിക്കും എങ്ങനെയാവും എന്നെനിക്ക് ഒരു ഐഡിയ ഇല്ല. ബട്ട് ലെറ്റ് സി, എന്തായാലും നോക്കട്ടെ. ഇപ്പം എന്തായാലും ഇപ്പം മിനിമൽ ട്രാഫിക്കേ ഉള്ളൂ. ഇത് നോർമൽ ട്രാഫിക്കാണ്. നോർമലി പോലുമല്ല, മിനിമലേ ഉള്ളൂ. വളരെ മിനിമലായിട്ട് ലൈറ്റ് മിനിമൽ ആ ഒരു രീതിയിലെ ട്രാഫിക്കുള്ളൂ. അങ്ങനെ ഒട്ടും ട്രാഫിക്കില്ലെന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇതൊന്നും ഒരു ട്രാഫിക്കേ അല്ല. ടു ബി ഓണേഴ്സ്, രാവിലെ മുതൽ ഒരു റൈഡ് ചെയ്ത് വന്ന നല്ല അടിപൊളിയായിരുന്നു. കാരണം നല്ല അത്യാവശ്യം നല്ല സ്പീഡിലാവുന്ന ഒരുപാട് കിലോമീറ്റർ കവർ ചെയ്യാൻ പറ്റി. ഏകദേശം നമ്മളിപ്പം 253 കിലോമീറ്റർ കവർ ചെയ്തു. ഇടയ്ക്കൊരു 2-3 ബ്രേക്ക് നമ്മൾ എടുത്തു ഓൾറെഡി. ആദ്യം ഒരു പ്രാവശ്യം ഞാൻ ഇച്ചിരി വെള്ളം കുടിക്കാൻ വേണ്ടി നിർത്തി, രണ്ടാമതൊരു ചായ കുടിക്കാൻ നിർത്തി, മൂന്നാമതൊരു ചായ കുടിക്കാൻ നിർത്തി. പിന്നെ ആ ഒരു ടൈമിലാണ് ഞാൻ 360 മൗണ്ട് ചെയ്തത്. സോ മച്ചാന്മാരെ, നമ്മൾ ആക്ച്വലി സെക്കൻഡ് ടാങ്ക് ഫുള്ള് കംപ്ലീറ്റ് ചെയ്തു. സോ ഇവിടെ പെട്രോളിന് 100 സംതിങ് ആയിരുന്നു, 100.85 അങ്ങനെയായിരുന്നു. ആൻഡ് ഞാൻ മൈലേജ് ചെക്ക് ചെയ്തു ഇപ്പോൾ കറൻ്റ്ലി. അപ്പോൾ എനിക്ക് കിട്ടിയൊരു മൈലേജാണ് 30 കിലോമീറ്റർ പെർ ലിറ്റർ. സോ 30 കിലോമീറ്റർ പെർ ലിറ്ററാണ് മൈലേജ് കിട്ടുക. പിന്നെ നമ്മൾ പോകുന്ന സ്പീഡാണ്, കാരണം 100+ പോകുന്നത് മോസ്റ്റ് ഓഫ് ദ ടൈം. പിന്നെ ഇടയ്ക്ക് ഈ വരുന്ന എന്താ പറയുക, നമ്മുടെ ഈ സ്പീഡ് ബ്രേക്കേഴ്സും കാര്യങ്ങളൊക്കെ കാരണം കുറച്ചൊക്കെ സ്പീഡ് കുറയുന്നു. കോൺസ്റ്റൻ്റ് ആയിട്ടൊരു സ്പീഡിലല്ലല്ലോ പോകുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള മൈലേജ് കുറവിൽ ഉണ്ടാവും, പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ ഓരോ ഇൻ്റർസെക്ഷൻ വരുമ്പോൾ നമ്മൾ കുറച്ച് സ്പീഡ് കുറയ്ക്കണം. നോക്കാം. എന്തായാലും ഇപ്പോൾ നിലവിൽ ഞാനിപ്പോൾ സെക്കൻഡ് ടാങ്ക് ഫുള്ള് ചെയ്തു. സോ ലെറ്റ് സി, നമുക്ക് എന്തായാലും നോക്കാം. ഇനിയിപ്പോൾ അടുത്ത എത്രയായിരിക്കും മൈലേജ് കിട്ടുന്നത് എന്തായാലും ചെക്ക് ചെയ്യുന്നതായിരിക്കും ഗൈസ്. 115 കിലോമീറ്റർ കൂടെ ഉണ്ട് മംഗലാപുരത്തേക്ക്. സോ ഫാർ സോ ഗുഡ്. 9:30 ആവുന്നേ ഉള്ളൂ, 9:30 ആയി. ആൻഡ് റിയലി അമേസിങ്. കാരണം അത്യാവശ്യം നമ്മളൊരു 100, 101, 102 അറിയാമല്ലോ നമ്മുടെ സ്പീഡിന്. ആ ഒരു സ്പീഡിൽ വന്നിട്ട് പോലും അത്യാവശ്യം നല്ല നേരത്തെ തന്നെ നമ്മളെത്തി. ബിക്കോസ് ഒരുപാട് ട്രാഫിക്കും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ. പിന്നെ മുകളിൽ ചെറുതായിട്ട് കറുത്ത് ഇരുണ്ട് കാർമേഘം കൂടിയിട്ടുണ്ട്. മഴ പെയ്യോ ഇല്ലയോ എന്ന് അറിയത്തില്ല. എനിവേസ് ലെറ്റ് സി. എന്തായാലും നിലവിൽ നമ്മൾ ഇനി ഒരു ഐ തിങ്ക് ഒരു 1.5 hours മംഗലാപുരം എത്തും. സോ ഫാർ സോ ഗുഡ്. എനിക്ക് വണ്ടി വളരെയധികം ഇഷ്ടപ്പെട്ടു, കുഴപ്പമൊന്നുമില്ല. ലോങ് ടൂറിങ്ങിന് നല്ല വണ്ടിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സുഖമായിട്ട് നിങ്ങൾക്ക് ലോങ് ടൂറിങ്ങിന് കൊണ്ടുപോകാം. ബട്ട് പോകുമ്പോണ്ടല്ലോ, ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു 100 മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. ഒരു 30 മൈലേജൊക്കെ പ്രതീക്ഷിക്കാവുള്ളൂ. 30-32 മൈലേജ്, അതിൽ കൂടുതൽ പ്രതീക്ഷിക്കരുത്. പിന്നെ ഓവറോൾ വണ്ടി ഓടിക്കാനും ബ്രേക്കിംഗ് പെർഫോമൻസൊക്കെ അടിപൊളിയാണ്, ഒരു കുഴപ്പമില്ല. എനിക്കതിൻ്റെ ബ്രേക്കിംഗ് പെർഫോമൻസൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം ഇതിൻ്റെ ABS-ഉം കാര്യങ്ങളൊക്കെ ബ്രേക്കിംഗ് പെർഫോമൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആൻഡ് ഇനീഷ്യൽ പിക്കപ്പ് നല്ല പോലെ ഉണ്ട്. സോ അത്യാവശ്യം നമുക്കൊരു ലോങ് ടൂറിങ്ങിന് പോകേണ്ട എല്ലാ ക്വാളിറ്റീസും വണ്ടിയിലുണ്ട്. 1-2 ചെറിയ മോഡിഫിക്കേഷനും കൂടെ വരുത്തി കഴിഞ്ഞാൽ വണ്ടി പൊളിയായിരിക്കും. ലൈക്ക് പുറകിലൊരു ലഗേജ് വെക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സാധനം വെക്കുക. അതുപോലെ തന്നെ എക്സ്ട്രാ 2 ഓക്സിലറി ലൈറ്റ് വേണമെന്നുണ്ടെങ്കിൽ വെക്കാവുന്നതാണ്. സോ അങ്ങനെ ചെറിയ കാര്യങ്ങളും കൂടെ വെക്കുകയാണെങ്കിൽ ഒന്നുകൂടെ ബെറ്റർ ആയിരിക്കും എന്ന് ഞാൻ പറയുള്ളൂ. സോ എന്തായാലും ഇപ്പം നിലവിൽ നമ്മൾ അടിച്ചു വിട്ട് പോവുകയാണ്. നോക്കട്ടെ എത്ര സമയം കൊണ്ട് എത്തുമെന്ന്, എത്ര കിലോമീറ്റർ ഓടി കാര്യങ്ങൾ ഓടി എന്നുള്ളത് എന്തായാലും എൻ്റെ ഞാൻ പറയുന്നതായിരിക്കും. എത്ര രൂപയുടെ പെട്രോൾ ചിലവ് വന്നു, കാര്യങ്ങൾ വന്നു എന്നുള്ളതൊക്കെ ഞാൻ ഏറ്റവും എൻഡിങ്ങിലെ വീഡിയോയിൽ ഞാൻ പറയുന്നതായിരിക്കും. കഴിഞ്ഞപ്പോൾ ഒരു 50 കിലോമീറ്റർ കൂടെ ഉണ്ട് മംഗലാപുരത്തേക്ക്. സോ ഇപ്പോൾ അത്യാവശ്യം ട്രാഫിക്കായി, അത്യാവശ്യം ചൂടായി. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് സ്പീഡിലങ്ങ് പറപ്പിക്കാനൊന്നും പറ്റുന്നില്ല. ഒരു 70-80 അത്രയൊക്കെ പറ്റുന്നുള്ളൂ. ബട്ട് ആസ് നൗ വി ആർ ട്രൈയിങ്, നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബട്ട് ഉണ്ട്, അത്യാവശ്യം ട്രാഫിക്കായി. ഈ ഒരു ടൈം ആകുമ്പോൾ അത്യാവശ്യം ട്രാഫിക് ആവുന്നതാണ്. ഇനിയിപ്പോൾ മംഗലാപുരം കഴിഞ്ഞ് കാസർഗോട്ടേക്ക് കയറുമ്പം ഐ തിങ്ക് ട്രാഫിക് കുറച്ചുകൂടെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഐ ഡോണ്ട് നോ. ലെറ്റ് സി. എന്തായാലും നോക്കാം എങ്ങനെയാണ്. ഇപ്പം നിലവിൽ ചൂടും കുറച്ച് തുടങ്ങിയിട്ടുണ്ട്, അതുപോലെ തന്നെ ട്രാഫിക്കും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എത്ര സമയം എടുക്കും എന്നൊന്നും അറിയില്ല. നോക്കട്ടെ. ഇനിയൊരു 48 കിലോമീറ്റർ കൂടെ ഉള്ളൂ മംഗലാപുരം. ഇനിയിപ്പോൾ ഒരു 20 കിലോമീറ്റർ കൂടെ ഹാർഡ്ലി ഉണ്ടാവുള്ളൂ നമ്മുടെ മംഗലാപുരം എത്താൻ വേണ്ടിയിട്ട്. മംഗലാപുരം എത്തിക്കഴിഞ്ഞാൽ നേരെ നമ്മൾ കാസർഗോഡ് വഴി, കാരണം കാസർഗോഡ് എനിക്കൊരു ഫ്രണ്ടിനെ കാണാനും ഉണ്ട് കേട്ടോ. അപ്പോൾ അവനെ ഒന്ന് കണ്ടിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്.
അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ഒരു 20 കിലോമീറ്റർ കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഉദ്ദേശിക്കുന്ന സ്പീഡിലൊന്നും പോക്ക് നടക്കൂല. അതുപോലെ തന്നെ ചൂട് കൂടിയിട്ടുണ്ട്. പക്ഷേ ഫോൺ ഇവിടെയാണ് വെച്ചേക്കുന്നത്. ഞാൻ ഓർത്ത് ഇതൊന്ന് കഴിഞ്ഞിട്ട്, കാരണം ഒരു ബൈപ്പാസ് റോഡുണ്ട്, അപ്പോൾ അത് എപ്പോൾ വന്നാലും എനിക്ക് മിസ്സായി പോകാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ആ ഫോൺ ചാലുവാക്കി വെച്ചേക്കുന്നത്. ഞാൻ പറഞ്ഞ പോലെ തന്നെ മംഗലാപുരത്ത് ഫുൾ ട്രാഫിക്കാണ് ഗൈസ്. ഒരു രക്ഷയില്ല, അമ്മാതിരി ജാമ്. അയ്യോ, കൈയൊക്കെ വേദന എടുക്കുന്നത്. ഇത്രയും നേരം ഇവിടെ വന്നിട്ട് കുഴപ്പമില്ലായിരുന്നു. ഇപ്പോൾ ഇവിടെ വന്നപ്പോഴത്തേക്കും ഇത്ര നേരം വണ്ടി ഓടിച്ചിട്ട് ഒരു കുഴപ്പമില്ലായിരുന്നു. ഇവിടെ ആകുമ്പോഴത്തേക്കും ഫുള്ള് ട്രാഫിക്ക്, വണ്ടി മൂവ്മെൻ്റ് ആകുന്നില്ല, ഒന്നും പറയുന്നില്ല. അതുപോലെ തന്നെ ഇവിടെ ആൾക്കാർ ഓടിക്കുന്ന കണ്ടിട്ടുണ്ടല്ലോ, ഇത് കണ്ടില്ല, ഓട്ടോ ഓടിക്കുന്ന കണ്ടില്ലേ, ഒരാളെ കയറ്റി വിടില്ല, സ്വന്തമായിട്ട് കയറി പോവില്ല. ആ ഒരു രീതിയിൽ മാത്രമാണ് നിൽക്കുന്നത് ഇവിടുത്തെ ഓട്ടോക്കാർ. അതും ലെഫ്റ്റ് സൈഡിൽ അങ്ങ് നിൽക്കും, റൈറ്റിലോട്ട് എങ്ങാനായിരിക്കും പോകേണ്ടത്. എന്നിട്ടൊരു സിഗ്നലോട് ഒരു ഒറ്റ വളവും ഒരു തിരിയും തിരിക്കും. ഇപ്പോൾ ഒരു 2 പ്രാവശ്യം ഞാൻ ഹാർഡ് ബ്രേക്കിംഗ് ചെയ്തു. ഞാൻ ഗോപ്രോ ഓഫായിരുന്നു. ഞാൻ നോക്കുമ്പോൾ ഇങ്ങനെ ഞാൻ പുറകെ കയറി ചെല്ലാൻ നിൽക്കുമ്പോൾ പുള്ളി വലത്തോട്ടൊരു സിഗ്നൽ എടുത്ത് കണ്ട് വലത്തോട്ട് ഒറ്റ വെട്ടിരും എന്നൊക്കെ പറഞ്ഞാൽ ഇതിൻ്റെ ബ്രേക്സ് അടിപൊളി ആയതുകൊണ്ട് ഒരു രക്ഷയില്ല. പിന്നെ ഞാൻ ഈ കഴിഞ്ഞ ദിവസം സർവീസ് ചെയ്തപ്പോൾ എൻ്റെ പുറകിലത്തെ ബ്രേക്ക് പാഡ് കൂടെ മാറിയായിരുന്നു. താങ്ക് ഗോഡ്, വേറെ ഇഷ്യൂസ് ഒന്നും ഉണ്ടായില്ല ഗൈസ്. അപ്പോൾ നിലവിൽ നേരെ കാസർഗോഡ് പോവാണ്. നല്ല രീതിയിൽ ചൂടായി, ട്രാഫിക്കും കൂടെ ആയതുകൊണ്ട് ചൂടറിയാനും ഉണ്ട്. ഇതുണ്ടല്ലേ, ചിലർ ഇൻഡിക്കേറ്റർ സിഗ്നൽ പോലും ഇടത്തില്ല, ചുമ്മാ ഇടത്തോട്ടും വലത്തോട്ടും വെട്ടിക്കുക, പുറകെ വണ്ടി വരുന്നുണ്ടോ എന്ന് പോലും നോക്കാതെ. നമുക്കിതിൻ്റെ ഇടയ്ക്ക് കുറച്ച് ഫിൽട്ടർ ചെയ്യാം. എത്തിയിട്ടില്ല, ഇപ്പോഴും കർണാടക തന്നെയാണ്. എത്താൻ പോകുന്നേ ഉള്ളൂ. ഹാർഡ്ലി ഒരു 5 കിലോമീറ്റേഴ്സ് കൂടി കാണുമായിരിക്കും. കാരണം നമ്മൾ മംഗലാപുരം ടൗണിലോട്ടൊന്നും പോയില്ല. ബിക്കോസ് നമ്മൾ നേരത്തെ ഞാൻ മംഗലാപുരം എത്താറായെന്ന് പറഞ്ഞ വഴി കുറച്ചുകൂടെ വരുമ്പോൾ റൈറ്റിലോട്ടൊരു വഴിയുണ്ട് പാലത്തിൻ്റെ അടിക്കടെ, അതിലെ പോവാണ് ടൗണ്. പക്ഷെ നമ്മൾ ടൗണിൽ പോകേണ്ടത് നമുക്ക് ആവശ്യമില്ല, നമുക്ക് ആക്ച്വലി കേരളത്തിലോട്ടാണ് പോകേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നേരെ പോന്നു, ബ്രിഡ്ജെല്ലാം കയറി. സോ നേരെ കണ്ണൂർ സ്ട്രെയിറ്റ് എല്ലാം നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. കേരള നമ്പർ വണ്ടി ഞാൻ അത്യാവശ്യം കാണുന്നുണ്ട് കേട്ടോ. അറ്റ്ലീസ്റ്റ് കുറച്ച് ദൂരമെങ്കിലും ഇച്ചിരി സ്പീഡിൽ പോട്ടെന്ന് ഓർത്തിട്ടാണ്. സത്യം പറഞ്ഞാൽ ആ ഒരു ലാസ്റ്റ് ടൈമിൽ വന്ന ട്രാഫിക്കിനോട് ശരിക്കും മടുത്തുപോയി, അതുപോലെ മടുത്തുപോയി. ഇവിടെ നല്ല അടിപൊളി റോഡ് പണിതിട്ടേക്കോ കേട്ടോ, നല്ല അടിപൊളി റോഡ്. ആക്ച്വലി ഐ തിങ്ക് ഇത് എൻട്രി ചെയ്യാൻ തോന്നുന്നു കേരളത്തിലോട്ടുള്ള. അവിടെ പുറകിൽ ടോള് കഴിഞ്ഞു, അത് കഴിഞ്ഞ് പണിതിട്ടേക്കുന്ന റോഡ് നല്ല അമ്മാതിരി റോഡ്. ഇപ്പം ടാർ ചെയ്ത് റെഡിയാക്കിയാന്ന് തോന്നുന്നു. അടിപൊളിയായിട്ടുണ്ട് കേട്ടോ, പണിയൊക്കെ സൂപ്പർ. ഇതുപോലെ ഫുള്ള് കംപ്ലീറ്റ്ലി കേരളത്തിൽ ഇതുപോലെ റോഡായിരുന്നെങ്കിലുണ്ടല്ലോ. അതുപോലെ തന്നെ ആ സ്പീഡ് ലിമിറ്റ് അറ്റ്ലീസ്റ്റ് ഒരു 80 ഒന്ന് വെച്ചിരുന്നെങ്കിൽ. കാരണം എന്ന് ഓടിയെത്താൻ, അപ്പോൾ കാസർഗോഡ് നിന്ന് ഞാനിപ്പോൾ നിലവിൽ എൻ്റെ വീട് കോട്ടയത്താണ്. അപ്പോൾ കോട്ടയം വരെ ഞാൻ ഒരു 60 കിലോമീറ്റർ മൈൽ സ്പീഡിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ എന്നെത്താനാ? 2 ദിവസം പിടിച്ച് ഞാൻ എത്തത്തില്ലല്ലോ. സോ ആ സ്പീഡ് ലിമിറ്റെങ്കിലും ഒരു മിനിമം ഒരു 80 എങ്കിലും ആക്കി തന്നിരുന്നെങ്കിൽ വളരെ ഉപകാരമായിരുന്നു. കാരണം അല്ലെങ്കിൽ ഇതുപോലെ റോഡെങ്കിലും പണിതിട്ടാണ് പറയുന്നതെങ്കിൽ ശരിയാ. ഇവിടേക്ക് ഇത്രയും നല്ല റോഡ് പണിതിട്ടിട്ട് തന്നെ. അതുപോലെ തന്നെ കേരളത്തിൽ എവിടെയാണ് സ്പീഡ് ലിമിറ്റ് എഴുതി വെച്ചേക്കുന്നതെന്ന് പറഞ്ഞു തരാമെങ്കിൽ വളരെ ഉപകാരമായിരിക്കും. ബൈക്കിന് സ്പീഡ് ലിമിറ്റ് എഴുതി വെച്ചിട്ടേ ഇല്ല എവിടെയും, വളരെ റെയർ ആൻഡ് റെയറസ്റ്റ് ആയിട്ടാണ് മാത്രമേ ഉള്ളൂ. അപ്പം നമ്മളിപ്പം ഏകദേശം എവിടെ എത്തിയെന്ന് ചോദിച്ചാൽ എനിക്കൊരു ഐഡിയ കിട്ടുന്നില്ല. ഓൾമോസ്റ്റ് കേരളം എത്തിയെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കേരളത്തിലോട്ട് കടന്നു എന്നാണ് എൻ്റെ വിശ്വാസം. ടോളിൻ്റെ കഴിഞ്ഞ് കഴിഞ്ഞാൽ കേരളം എന്നാണ് എൻ്റെ വിശ്വാസം. ലെറ്റ്സ് സീ. എന്തായാലും ഒന്ന് ഫ്രണ്ടിൽ ചെന്ന് നമുക്ക് നോക്കാം. ചിലപ്പോൾ വിൻഡ് നോയ്സിന് ശബ്ദം വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ ഗൈസ്. ഇപ്പം ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായി, അതിനെക്കുറിച്ച് നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ടാട്ടോ സത്യം പറയാൻ തന്നെ. കുറച്ച് സ്ട്രീറ്റ് ലൈറ്റും കാര്യങ്ങളും കുറവാണെന്നേ ഉള്ളൂ. പക്ഷേ ട്രാഫിക്ക് നല്ലൊരു കുറവുണ്ട്, ചൂടും കുറവാണെന്നല്ലോ. ചൂടില്ലല്ലോ. സോ ഒരുപാട് നേരം വെയിറ്റ് ചെയ്തതിന് ശേഷം ഹൈവേ കിട്ടി.